ആമുൽ ഫിൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആനയുടെ വർഷം എന്നാണ് വാക്കർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷമാണത്. ഈ പേര് വരാനുള്ള കാരണം എന്താണ്? അബ്ഷ രാജാവിന്റെ യമനിലെ പ്രതിനിധിയായിരുന്ന അബ്രഹത്ത് എന്നയാൾ ഒട്ടനധികം ആനകളോടും 20,000-ഓളം വരുന്ന ഭടന്മാരോടും കൂടി വിശുദ്ധ കഅബ പൊളിക്കുന്നതിനായി മക്കയിലേക്ക് മാർച്ച് ചെയ്തു. സന്നായിൽ താൻ പണി കഴിപ്പിച്ച മന്ദിരത്തിലേക്ക് തീർത്ഥാടകരെ ആകർഷിക്കുക, ലോകത്തിന്റെ ആത്മീയ നേതൃപദവിയിൽ നിന്ന് മക്കയെ ഒഴിവാക്കുക തുടങ്ങിയവയൊക്കെ ഈ ദുർനീക്കത്തിന്റെ ദുരുദ്ദേശങ്ങളിൽപ്പെട്ടതായിരുന്നു. പക്ഷേ മക്കയുടെ അതിർത്തിയായ തന്നീമിലെത്തിയതോടെ ആനകൾ നടത്തം നിർത്തുകയും സൈന്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം നേരിടുകയും ചെയ്തു. ചെറിയൊരു ഏറ്റുമുട്ടലുകൾ ഉണ്ടായെങ്കിലും അല്ലാഹു തആല അബാബിൽ പക്ഷികളെ അയച്ചുകൊണ്ട് അവയിലൂടെ അബ്രഹത്തിന്റെ സൈന്യത്തിന്റെ നാശം ഉറപ്പുവരുത്തുകയുണ്ടായി. ഈ സംഭവത്തിനാണ് ആനക്കലഹ സംഭവം എന്ന് പറയുന്നത്. ഇത് നടന്ന് കൃത്യം 50 ദിവസത്തിന് ശേഷമായിരുന്നു പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹാമയിൽ ഉദിച്ച വെള്ളിനക്ഷത്രം പോലെ മക്കയിൽ പൂജാതനായത്. ഈ സംഭവങ്ങളൊക്കെയും നടന്ന വർഷമാണ് ആമുൽ ഫീൽ എന്നറിയപ്പെടുന്നത്.